അസ്സലാമലൈക്കും. ഹലോ ഗൈസ്, എൻ്റെ ആദ്യ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അറിയാത്തവർക്ക് വേണ്ടി എൻ്റെ പേര് അബൂ ഹുറൈറ. പുളിക്കൽ വലിയപറമ്പിലാണ് വീട്. ഞാനൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ മോനിങ്ങനെ പറഞ്ഞു കോഴിക്കുട്ടികളെ വാങ്ങല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഒരു 4 കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിയിരുന്നു. അപ്പോൾ വീട്ടിൽ കൂടില്ലാത്തതുകൊണ്ട് 2-3 ദിവസം അവരെ കൊട്ടൻ്റെ വീട്ടിലൊക്കെ ആക്കി. അപ്പോൾ സ്വന്തമായിട്ടൊരു കൂടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മില്ലിന്ന് പട്ടിയൊക്കെ വാങ്ങിയിട്ട് സ്വന്തമായിട്ടൊരു കൂടുണ്ടാക്കി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ആ കൂടൊന്ന് കണ്ടുവരാം. ഓക്കെ, അതാണ് ആ കോഴിക്കൂട്. ഞാൻ എൻ്റേതായ ഒരു ഐഡിയ വെച്ചിട്ടുണ്ടാക്കിയതാണ്. കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് സിംഗിൾ ഡോർ ആക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഒരു ഡോറുള്ളൂ. നല്ല സ്ട്രോങ്ങിലുണ്ട്. മുന്നിൽ നല്ല സ്ട്രോങ്ങുള്ള കമ്പി നെറ്റൊക്കെ അടിച്ചതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ റൂഫ് നമ്മൾ വെയിറ്റ് കുറഞ്ഞ സൺബ്ലാക്ക് ഷീറ്റ് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. റീപ്പർ വെച്ച് പട്ടിയ പോലെ അടിച്ചിട്ട്. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ റൂഫ് ഇങ്ങനെ ഓപ്പൺ ആക്കുന്ന രൂപത്തിലായിട്ട് ഉണ്ടാക്കി. അതുപോലെ ഇങ്ങനെ രണ്ട് ഭാഗത്തേക്കും തുറക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഇതിൻ്റെ റൂഫ് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് ഉള്ളിലുള്ള കോഴിക്കൂട് വൃത്തിയാക്കാനൊക്കെ ഒന്നുകൂടെ എളുപ്പമാവും. പിന്നെ അത്യാവശ്യം നല്ല സ്ട്രോങ്ങിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറുക്കനോ അങ്ങനത്തെ ജീവിയൊക്കെ ഒന്നും പെട്ടെന്നൊന്നും പൊളിച്ച് കൊണ്ടുപോകാനൊന്നും കഴിയില്ല. മുൻഭാഗത്ത് കനുള്ള നെറ്റാണ് അടിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഉൾഭാഗം അടിഭാഗത്ത് ചെറിയ കണ്ണിലുള്ള നെറ്റടിച്ച്, ചെറിയ നെറ്റ്. കോഴികളെ കാല് കുടുങ്ങൊന്നുമില്ല. നമുക്ക് കോഴിക്കാട്ടൊക്കെ നമുക്ക് വളാക്കി എടുക്കുമ്പോൾ പൊടിക്കണമെങ്കിൽ സംഭവം അതിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഇതാക്കിയാൽ നല്ല നൈസായിട്ട് അടിഭാഗത്തിൻ്റെയും പേപ്പറിൽ വെച്ച് കൊടുത്ത് അടിയിലേക്ക് നല്ല പൊടിയായിട്ട് തന്നെ കിട്ടും. ഒരു അരിപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു നെറ്റാണ് താഴത്തടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ കൂടും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, അഭിപ്രായം പറയാം. ഓക്കെ, ബൈ.